Hello everyone, welcome back to Spanish with Lali. Hope everybody is doing well. നമുക്ക് സമയം കളയാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പഠിപ്പിച്ചത് വെനീർ ടു കം. ആ വെനീർ തന്നെയാണ് ഈ ക്ലാസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും ടുഗദറായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ വെനീർ ടു കം. ടു കം ബേസിക് വെർബാണ്, ഇൻഫിനിറ്റീവ് വെർബാണ്, ഇറഗുലർ വെർബാണ്, IR എൻഡ് ചെയ്യുന്ന വെർബാണ്. ഇത്രയും കാര്യം വെനീറിനെ കുറിച്ച് പറയാം. വെനീർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് വെർബായിട്ട് ഞാൻ പറയും, കാരണം ടു കം നോക്കാം. അപ്പം ഇൻഡിക്കേറ്റീവ് മൂഡിലെ പ്രസൻറ്റ് ടെൻസ്, ഇൻഡിക്കേറ്റീവ് മൂഡിലെ പ്രത്തരിത്തെ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സ്പാനിഷിൽ പ്രത്തരിത്തെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ സ്പാനിഷിൽ പല മൂഡുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത് ഇത്രയും ഓർത്താൽ മതി. ഇൻഡിക്കേറ്റീവ് മൂഡിലെ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നോക്കാം. അപ്പോൾ വെനീറിൽ നിന്ന് എങ്ങനെയാണ് സബ്ജക്റ്റീവ് പ്രൊനൗണായിട്ട് ഹുക്ക് ചെയ്യുമ്പോഴത്തേക്ക് സെൻറ്റൻസ് വരുന്നത്. ഇവിടെ ജോ വെങ്കോ, സിമ്പിൾ പ്രസൻറ്റ്. ജോ വെങ്കോ, ഐ കം. തു vienes, you come. To informal ആണ്. Informal you ആണ്. നെക്സ്റ്റ് you നമ്മൾ എഴുതാം. I come. Yo vengo. I come. Tu vienes. You come. Present tense. usted. ഞാൻ ഉസ്തേഡിനെ UD എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ചെറിയ ഷോർട്ടാക്കി എഴുതിയിട്ടാണ് UD. usted. ഇത് മൂന്നും സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. അപ്പോൾ viene, usted viene. She comes, he comes, you formal come. ഇനി nosotros, we plural. venimos, we come, venimos. vosotros venís, you all come. സ്പെയിനിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. യു ഓൾ കം. ലാസ്റ്റ് ദേ കം. എയോസ്, എയാസ്, ഉസ്തേദസ്. നമ്മുടെ UDS മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് യു ഓൾ ആർ. പ്ലൂറലാണ് അതിൻ്റെ ഉസ്തേദസ്. അപ്പോൾ ഇവർക്ക് മൂന്നും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് BNN. ബി എപ്പോഴും ഓർക്കണം, വി ആണ് എഴുതിക്കണമെങ്കിൽ നമ്മൾ ബി ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യണം. അപ്പോൾ BNN. They come, you all are come. അപ്പം ഇതെല്ലാം നമുക്ക് ഇനി അത് സിമ്പിൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഈ എങ്ങനെയാണ് ബേങ്കോ മാറുന്നത് നോക്കാം. ബേങ്കോ ഐ കം. ജോ ബീനെ ഐ കെയിം. ഇവിടെ ബേങ്കോയെ, ഇവിടെ ബീനെ, എല്ലാം നമ്മുടെ ബെനീർ എന്ന ബേസിക് വെർബിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ജോ ബീനെ എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ബീനെ എന്ന് പറഞ്ഞാലും അവിടെ ജോ എന്ന ഐ ഉണ്ടെന്നുള്ള കാര്യം അണ്ടർസ്റ്റാൻഡ് ആണ്. അപ്പം ബീനെ ഐ കെം. ഇനി തു ആകുമ്പോഴോ തു ബിനീസ്തെ, യു കെയിം പാസ്റ്റ്. ഇനി അത് ഉസ്തർ ആണെങ്കിലോ ഷീ, ഹി, യു ഫോർമൽ. ബീനോ, എൽ ബീനോ, ബീനോ, ഉസ്തർ ബീനോ. He came, she came, you formal came. Nosotros ആണെങ്കിലോ venimos. ഇവിടെ പ്രസന്റ് ടെൻസ് നമ്മൾ എന്താ കണ്ടത്? venimos. വ്യത്യാസം കണ്ടോ? venimos, vinimos ആയി പാസ്റ്റ് ടെൻസിലേക്ക് വന്നപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ അർത്ഥത്തിൽ വലിയ വ്യത്യാസമുണ്ട്. venimos, we came. ഇനി vosotros venís ആണെങ്കിൽ ഇവിടെ vinisteis എന്ന് തോന്നും. Vinisteis, you all came. അതുപോലെ ellos, ellas, ustedes, they came. vinieron. ഇപ്പം നിങ്ങളത് വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോ സ്പെല്ലിങ്ങും അതുപോലെ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്താൽ മതി, വേറെ ഒന്നിലേക്കും പോകണ്ട. അപ്പം കണ്ട വിനിയേറോൺ. അപ്പോൾ ഇന്നത്തെ ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചത്
ബെനീറിന്റെ പ്രസന്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് ടെൻസ്. സാർക്കത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ബെനീർ യൂസ് ചെയ്തുകൊണ്ട് ഒരു സെന്റൻസ് പറയുകയാണ്. മുച്ചോസ് ഗ്രാസിയാസ് ഫോർ ബെനീർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മുച്ചോസ് ഗ്രാസിയാസ് ഫോർ ബെനീർ. ഇവിടെ ഞാൻ ബെനീർ മാറ്റിയിട്ടേ ഇല്ല, അതേപോലെ തന്നെയാണ് ആ സെന്റൻസ് വന്നിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. അതിന്റെ കാരണം ഞാൻ പറയാം. മുച്ചോസ് ഗ്രാസിയാസ്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു സോ മച്ച് ഫോർ. ഫോർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഫോർ ആണ്. ബെനീർ എന്ന് പറഞ്ഞാൽ കമ്മിങ്. അപ്പോൾ മുച്ചോസ് ഗ്രാസിയാസ് കഴിഞ്ഞിട്ട് ഈ ബെനീർ നമ്മൾ മാറ്റത്തില്ല, അതേപോലെ ബേസിക് ഉറപ്പ് അതുപോലെ അവിടെ പുട്ട് ചെയ്യണം. അതാണ് അവിടെ ബെനീർ. ഇവിടെ ഒന്നും മാറ്റിയിട്ടില്ല. ഇവിടെ നമ്മളെല്ലാം കെയും കം എല്ലാം നമ്മൾ മാറ്റി ഏതാണ് സബ്ജക്ട് പ്രോണൗൺ അനുസരിച്ച് ഇവിടെ നമ്മൾ ഈ സെന്റൻസിൽ ഫോർ ബെനീർ, മുച്ചാസ് ഗ്രാസിയാസ് ഫോർ ബെനീർ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ബെനീർ എങ്ങനെയാണ് പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ hasta luego, adiós, nos vemos pronto, bye.